ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 11 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ഒരു കോൾ ഉണ്ടായിരുന്നു, അപ്പോൾ ആ കോളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ടി വി ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിരുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വലിയ മഴയായി. അപ്പോൾ പിന്നെ എനിക്ക് ഓൾറെഡി ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രസ്സിൻ്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പോൾ അത് ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അവർക്ക് കൊറിയർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടു കൊടുത്തു. അപ്പോൾ അതാണ് ഈ വിഷ്വൽസ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സർവീസ് സെൻറ്റർ. അപ്പം അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പം നടന്ന് വന്ന വഴിക്ക് ഈ രണ്ട് വീടുണ്ട്. ഇത് ആക്ച്വലി സ്നേഹമുള്ള സിംഹം എന്ന് പറഞ്ഞൊരു ഫിലിം, പണ്ടത്തെ ഒരു ഫിലിമുണ്ട്. അത് ഷൂട്ട് ചെയ്ത രണ്ട് സ്ഥലമാട്ടോ. പിന്നെ ഉച്ചത്തെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ ലാപ്ടോപ്പ് ശരിയാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്തും ആക്ച്വലി നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ കാറിലാണ് പിക്ക് ചെയ്യാനായിട്ട് പോയത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു സോക്സിൻ്റെ ഒരു സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോക്സ് കാർവിങ് എന്ന് പറയുന്നൊരു സൈറ്റിൽ നിന്ന്. എനിക്ക് തോന്നുന്നൊരു 5 സോക്സിൻ്റെ പെയറാണെന്ന് തോന്നുന്നു. 999 അങ്ങനെ എന്തൊരു റേറ്റിനായിരുന്നു. ഈ കാണുന്ന 5 പെയറാണ് സോക്സ്. കളർഫുൾ സോക്സ് ഉണ്ട്. എനിക്ക് കളർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ സോക്സിനെ ട്രൈ ഒന്നും ചെയ്ത് നോക്കിയില്ല, ജസ്റ്റ് എന്താ സംഭവം എന്നൊക്കെ എടുത്ത് നോക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ചായയൊക്കെ കുടിക്കുന്നതിനിടയ്ക്ക് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു. പിന്നെ ഈ മെഡൽ ഹാങ്ങർ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ബിബും കൂടെ മീൻസ് പിൻ ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ പിൻ ചെയ്ത് അവൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടെ സൗത്ത് റൂമിൽ പോയി സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 സെറ്റ് മുണ്ട് എടുത്തു. നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണും ഏത് സെറ്റ് മുണ്ടാണ് എടുത്തതെന്നൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഡിയത്ത് ഓടാൻ പോയി. ആക്ച്വലി എനിക്ക് ഈ ഓടാനുള്ളൊരു മോട്ടിവേഷൻ, കുറച്ചെങ്കിലും ഒരു മോട്ടിവേഷൻ തന്നത് ഇവനാണ് കേട്ടോ. കാരണം ഒരു 100 മീറ്റർ പോലും ഓടാൻ പറ്റാത്ത എന്നെക്കൊണ്ടൊരു 400 മീറ്റർ വരെ ഓടാൻ പറ്റുമെങ്കിൽ അത് ഇവൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഓടണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മടി പിടിച്ചിരുന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഓടാനൊക്കെ പ്രേരിപ്പിക്കും. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ കാരണമാണ് ഞാൻ ഓടാനൊക്കെ തുടങ്ങിയത്. ഇവൻ്റെ ഒരു 7-1 ഇതുപോലും ഞാൻ ചെയ്യുന്നില്ല. ഡെഡിക്കേഷൻ പോലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഓടും അവൻ. അപ്പോൾ അതിനുള്ള റിസൾട്ട് അവൻ ആക്ച്വലി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേഡിയത്ത് ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കുടിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഡേ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ചച്ചാ ബൈക്ക്